ബാക്ക്. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലത്തെ കുറേ ടേംസും ചില ഡെറിവേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇൻട്രൊഡക്ടറി സെക്ഷനിലെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഒന്നാമത്തെ സെക്ഷനായ ഇൻട്രൊഡക്ടറി സെക്ഷനിലത്തെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യും. പൊതുവെ +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാം, എന്താണ് നമ്മുടെ മെത്തേഡ്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ചില ന്യൂമറിക്കലി സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, നിങ്ങളുടേതായ മെത്തേഡ് ഒന്ന് ചെയ്ത് പോവാം. പക്ഷേ ഇത് ബുദ്ധിമുട്ട് തോന്നുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ പറയുന്നത്. ഏത് ചാപ്റ്ററിലായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ആദ്യം നമുക്ക് ഏത് സെക്ഷനിലാണ് പ്രോബ്ലം ചെയ്യുന്നത് ആ സെക്ഷനിലെ ഇക്വേഷൻ കുറിച്ചൊരു ഐഡിയ വേണം. ഇപ്പം നമ്മളിവിടെ ഇൻട്രൊഡക്ടറി സെക്ഷനാണ്, ആ സെക്ഷനിൽ എന്തെല്ലാം ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം. അത് ഞാനിവിടെ ഗ്രൂപ്പ് ചെയ്ത് എഴുതിയത്. ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫസ്റ്റ് ഇക്വേഷൻ ആയിരുന്നു I = Q/T, കറണ്ടിന്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ ഓരോ ടേംസിന് വേറെ ഏതെങ്കിലും ഇക്വേഷൻസ് ഉണ്ടെന്ന് നോക്കണം. ചിലപ്പോൾ അത് പ്രീവിയസ് നോളജ് ആയിരിക്കും, പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ പഠിച്ചായിരിക്കും. നോക്കാം. അതിൽ Q എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് ഓഫ് ദ പാർട്ടിക്കിളാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? Q = N × E പഠിക്കുന്നുണ്ട്. ചില പ്രോബ്ലംസ് ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്, അത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്പർ ഇത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ആ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ്? നമ്പർ ഡെൻസിറ്റി എന്നൊരു ഇക്വേഷൻ കൊണ്ടുവന്നിരുന്നു. ദാറ്റ് ഈസ് N = N/AL. നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന പുതിയൊരു ടേം നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചിട്ടുണ്ട്. ഇതാണ് കറണ്ട് ബേസിക് ടേം. നമുക്കറിയാം I ബേസിക് ടേം ആണ്. Qന്റെ മാറ്റങ്ങൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ ആവശ്യമുള്ള ഇക്വേഷൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ പോയത് വോൾട്ടേജിലേക്കാണ്. വോൾട്ടേജ് ഒരു ഡെഫിനിഷൻ സൈക്കിളിന് മാത്രം നമ്മൾ പഠിച്ചാണ്. അത് നമ്മൾ തൊട്ട് വരെ ചാപ്റ്റർ പൊട്ടൻഷ്യലിൽ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അതേപോലെ EMF ഒരു ഡെഫിനിഷൻ സൈക്കിൾ. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പോയത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലേക്കാണ്. അപ്പോൾ അവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻസ് എഴുതുന്നത് ഒന്ന് VD = EE τ, റിലാക്സേഷൻ ടൈം ആണ് ബൈ മാസ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ഓരോന്നും നോക്കാം. ഈ VD ചിലപ്പോൾ തരില്ല, നമുക്ക് ചിലപ്പോൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ തരും, ടൈം ടേക്കൺ തരും. ഇപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ആ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ VDക്ക് പകരം ചിലപ്പോൾ എന്താണ് നമുക്ക് VD = L/T ഉപയോഗിക്കേണ്ടി വരും. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ബൈ ടൈം ടേക്കൺ. അപ്പോൾ VDക്കുള്ള ഒരു മാറ്റം ഇവിടെ ഞാൻ എഴുതി കഴിഞ്ഞു. സ്മോളർ T ഇലക്ട്രോണിക് ചാർജ് ഒരു ബേസിക് ക്വാണ്ടിറ്റി ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് തരില്ല. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ തൊട്ടുമ്പത്തെ ചാപ്റ്റർ പഠിക്കുന്നതാണ്. സോ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഇക്വേഷൻ നമുക്കറിയാം E = V/L ആണ്. ഇലക്ട്രിക് ഫീൽഡ് വോൾട്ടേജ് ബൈ ലെങ്ത് ആണ്. അത് നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ പഠിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ V/D എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇതാണ് ഈ നാലാമത് എഴുതിയ ഇക്വേഷൻസിന്റെ മോഡിഫിക്കേഷൻസ് വന്നത്. ടോപ്പ് ബേസിക് ടേം ആണ്, മാസും ബേസിക് ടേം ആണ്. നമുക്കതിന് മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് വരുന്നത് ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് I = NaEVD. ദാറ്റ്സ് അവർ സെവൻത് ഇക്വേഷൻ. ഇതിൽ I നമുക്ക് എന്താണ് അതിന്റെ മോഡിഫിക്കേഷൻസ് ഇവിടെ നോക്കിയിട്ടുണ്ട്. N അതിന്റെ മോഡിഫിക്കേഷൻസ് ഇവിടെ നോക്കി. A ഏരിയ ക്രോസ് സെക്ഷൻ ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ. VDയുടെ മോഡിഫിക്കേഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞു. ഇത്ര ഇക്വേഷൻസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് എട്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിച്ച് കറണ്ട് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് J = I/A. നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്ന കറണ്ട് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് മൊബിലിറ്റി ആണ്. മ്യൂ എന്ന ലെറ്റർ കൊണ്ട് പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് മൊബിലിറ്റിയുടെ ഇക്വേഷൻ. പിന്നെ അത് കൂടാണ്ട് ഒരു തെർമൽ വെലോസിറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എന്താണ് തെർമൽ വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചോദിക്കും. ടെക്സ്റ്റ് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ആ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് 10ാമത്തെ ഇക്വേഷൻ ആയിട്ട് നമുക്കത് പറയാം. ദാറ്റ് ഈസ് VT = √3kBT /m. 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഈ സെക്ഷനിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ എപ്പോഴും ഏതെങ്കിലും സെക്ഷനിൽ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ സെക്ഷനിൽ വരുന്ന ഇക്വേഷൻസ് കുറിച്ച് നമുക്ക് ഐഡിയ വേണം. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് 10 ഇക്വേഷൻ അതാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അത്ര ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി ഇലക്ട്രോൺസ് ഫ്ലോ ത്രൂ എ കണ്ടക്ടർ in 1 minute if the current through it is 300 milliampere. ചില പ്രോബ്ലംസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വായിച്ച ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒന്ന് വായിച്ചു വിടുക. ഏകദേശം എന്താണ് കണ്ടുപിടിക്കുന്ന ഒരു ഐഡിയ ഉണ്ടാക്കുക. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. How many electrons flow through a conductor
in 1 minute if the current through it is 300 milliampere. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി വായിച്ചു കഴിഞ്ഞു. ഇനി ഡാറ്റ കളക്ഷൻ. ക്വസ്റ്റ്യൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഐഡിയ കിട്ടുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റ കളക്ഷനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഹൗ മെനി ഇലക്ട്രോൺസ് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഫ്ലോ ത്രൂ കണ്ടക്ടർ ഇൻ 1 minute. അപ്പൊ ടൈം തന്നിട്ടുണ്ട്. ടൈം ഈക്വൽ ടു 1 minute. അപ്പൊ 1 minute എന്നുള്ളത് എന്തിലേക്ക് മാറ്റണം നമ്മൾ? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 seconds. നമ്മൾ സാധാരണ ഡാറ്റ കളക്ഷൻ നടത്തിയിട്ട് എല്ലാ യൂണിറ്റും SI യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നു? ഒന്ന് ചില മാറ്റി പോയെന്ന്. അപ്പൊ 1 minute നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റി. ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് 300 milliampere. കറണ്ട് തന്നിട്ടുണ്ട് നമുക്ക് 300 milliampere. നമുക്കറിയാം ആംപിയർ SI യൂണിറ്റ് ആണ്. അപ്പൊ മില്ലി നമ്മൾ എന്ത് ചെയ്യണം? മില്ലി ആംപിയറിലേക്ക് മാറ്റണം. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് 300 into മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ പഠിച്ചാണ് -3 ആണ്. 10⁻³ ആംപിയർ എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ഐഡിയ കിട്ടിക്കഴിഞ്ഞു. ഡാറ്റ കളക്ഷന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം. ടൈം തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായി ഇക്വേഷൻസ് കണ്ടെത്തുക. അപ്പൊ ഞാൻ ഇവിടെ ലൈൻ വരച്ചിട്ട് ഇവിടെ ഇക്വേഷൻസ് കണ്ടെത്തുന്നു. ഒന്നാമത് ഏത് ഇക്വേഷൻ കണ്ടുവരും നോക്കാം. എന്താണ് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ 10 ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ക്യാപിറ്റൽ N വരുന്ന ഇക്വേഷൻ നോക്കാം. ഒന്ന് ഇവിടെ ഉണ്ട്. Q ഈക്വൽ ടു N into E ഉണ്ട് ക്വാണ്ടിസേഷൻ്റെ. അപ്പൊ ആ ഇക്വേഷൻ ചെറിയ യൂസ് ചെയ്യേണ്ടി വരും. Q ഈസ് ഈക്വൽ ടു N into E. ഇതില് ഈ ഇലക്ട്രോണിക് ചാർജ് ആണ്, ഫണ്ടമെന്റൽ ചാർജ് വാല്യൂ അറിയുന്നതാണ്. N കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് വേണം? Q വേണം. അപ്പൊ നമുക്ക് എന്തില്ല? N ആണ് കണ്ടുപിടിക്കേണ്ടത്. N കണ്ടുപിടിക്കണം നമുക്ക്, പക്ഷെ Q ഇല്ല. ഇനി I തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, Q നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് വരുന്നത് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് അപ്പൊ രണ്ടാമത് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് I is equal to Q/T. എനിക്ക് വേണ്ടത് Q ആണ്. Q വേണമെങ്കിൽ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് T വേണം, I വേണം. I ഇവിടെയുണ്ട്, T ഇവിടെയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഐയും ടിയും കിട്ടിയാൽ നമുക്ക് Q കണ്ടുപിടിക്കാം. ആ കിട്ടിയ Q ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉള്ളതുകൊണ്ട് N കണ്ടുപിടിക്കാം. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് 2 ഇക്വേഷൻസ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 2 ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്യും. അപ്പൊ നേരെ തിരിച്ചാണ് എക്സിൽ ഒരു പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് 4 ഇക്വേഷൻ വേണമെങ്കിൽ 4ാമത്തേൽ തുടങ്ങുക, 3ലേക്ക് വരിക, 2ലേക്ക് വരിക, 1ലേക്ക് വരിക, ബാക്കോട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്വന്തമായിട്ട് കഴിവുള്ള കുട്ടികൾ, ന്യൂമറിക്കൽ സ്കില്ലുള്ള കുട്ടികൾക്ക്, വേഗം മനസ്സിലാവുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആ രീതിയിൽ ചെയ്യാം. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്. അപ്പം ഇവിടെ 2 ഇക്വേഷൻ വേണം. അപ്പൊ നമ്മൾ 2ാമത്തേൽ തുടങ്ങും, പിന്നെ 1ലേക്ക് പോകും, ബാക്കോട്ട് പോകും. അപ്പൊ ഞാൻ എന്താണ് സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് I is equal to Q/T ആണ് ഞാൻ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ അതിലെന്താണ്? Q ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ Q is equal to I into T. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐയുടെ വാല്യൂ എന്താണ്? 300 into 10⁻³ ആണ്. ടൈം എത്ര? 60 ആണ്. അപ്പൊ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 3 0 ഉണ്ട്. ഈ 3 0 വന്ന് നമുക്ക് എത്ര കിട്ടും? 10⁻³ വരും. ഇവിടെ നമുക്ക് 10⁻³ ഉണ്ട്. അപ്പൊ ഈ 3 0 ഉണ്ടാക്കുന്ന 10⁻³ ഈ 10⁻³ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്താ? ഇവിടെ ഒരു 3 ഉണ്ടാവും, ഇവിടെ 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. യൂണിറ്റ് എഴുതുന്നില്ല, എന്നാലും ചാർജിന്റെ യൂണിറ്റ് കൂടുതലാണ്. ക്യൂവിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ 2ാമത്തെ ഇക്വേഷൻ ക്യൂവിന്റെ വാല്യൂ. ഇനി പുറകോട്ട് 1ാമത്തെ ഇക്വേഷനിൽ പോവാം. എന്താണ് 1ാമത്തെ ഇക്വേഷൻ? Q is equal to N into E ആണ്. ഇതില് N ആണ് വേണ്ടത്. സോ N equal to Q/E. Q നമുക്ക് കിട്ടിക്കഴിഞ്ഞു 18 ആണ്. ഡിവൈഡഡ് ബൈ E. ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം 1.6 into 10⁻⁻19 ആണ്. സോ N is equal to 18 divided by 1.6 into 10⁻19 എന്ന് വരും. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. 18 divided by 1.6. അപ്പൊ നമുക്ക് 180 divided by 16. അപ്പൊ ഇത് ഒരു പ്രാവശ്യം പോകും. 1 into 16 is 16. ബാക്കി നമുക്ക് 2 ഉണ്ട് 20. ആ 20 into 16 എത്ര പ്രാവശ്യം പോകും? അത് കൊണ്ട് 1s പോകും. 1 into 16 that is 16 ആണ്. 4 is the remainder. അപ്പൊ നമുക്ക് 40 എത്ര ടൈംസ് പോകും? 2 ടൈംസ് പോകും. that is 0.2 വരും. that is 2 into 6 32 വരും. റിമൈൻഡർ 8 ആണ്. 80 5 ടൈംസ് പോകും. അപ്പൊ ഇത് നമ്മൾ ശീലിക്കാം.
ഇനി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം നമുക്ക് +2 എക്സാമിന്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിന് എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ കാൽക്കുലേറ്റർ പറ്റില്ല, പിന്നെ ന്യൂമറിക്കലായിട്ട് ഇതുപോലെ ചെയ്ത് ശീലിക്കണം. സോ ദ ആൻസർ ഈസ് n is equal to 11.25 into 10⁻19 ഇലക്ട്രോൺസ് ആണ്. പിന്നെ ഫിസിക്സിൽ നിങ്ങൾ ഏത് കോൺസ്റ്റന്റുകൾ കണ്ടാലും മനസ്സിലാവും ദാറ്റ് വിൽ ബി ഓൾവേസ് റിപ്പോർട്ടഡ് ബിറ്റ്വീൻ 1 and 10. അതുകൊണ്ട് ഫിസിക്സിൽ നമുക്ക് എന്തെങ്കിലും ആൻസർ കിട്ടി കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ടു എക്സ്പ്രസ് ദ ആൻസർ ബിറ്റ്വീൻ 1 and 10. നല്ലൊരു മെത്തേഡാണ്, ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണത്. സോ n is equal to ഞാൻ ഇങ്ങനെ എഴുതുന്നത് 1.125 into 10⁻². പിന്നെ നമ്മൾ സംശയം 10⁻², അത് 80 ആണോ 20 ആണോ ഉള്ളത്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ബേസിക്സ് ആണ്. 11.25 ഈസ് റെഡ്യൂസ് ടു 1.125. ഇവിടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കുറയ്ക്കുന്നു, മാഗ്നിറ്റ്യൂഡ് കുറക്കണം, പവർ കൂട്ടണം. അപ്പോൾ ഇവിടെ എന്താണ് 19 + 1 വരും, ദാറ്റ് ഈസ് 20. അപ്പോൾ ഈസ് ഈക്വൽ ടു ദീസ് മച്ച് ഇലക്ട്രോൺസ്. ഇതാണ് ഇതിന്റെ ആൻസർ. ഇതാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മെത്തേഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ കറന്റ് ഡെൻസിറ്റി ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് flowing through a conductor of area cross section 1 mm², having an electron concentration of 10⁻29 per meter cubed, if the current flowing is 20 ampere. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു, ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി ഡാറ്റ കളക്ഷൻ നടത്തി നോക്കാം. ഇതിൽ ഫൈൻഡ് ദ കറന്റ് ഡെൻസിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ജെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ക്വാണ്ടിറ്റി, കറന്റ് ഡെൻസിറ്റി. ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് VD കണ്ടുപിടിക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 mm². അപ്പൊ ഏരിയ ക്രോസ് സെക്ഷൻ നമുക്ക് 1 mm² ആണ്. ഒന്നിച്ചെന്ന് ഞാൻ SI യൂണിറ്റിലേക്ക് മാറ്റിയാണ്. 1 millimeter 10⁻³ മീറ്റർ ആണ്. 1 millimeter² 10⁻6 m² ആണ്. അപ്പൊ SI യൂണിറ്റിലേക്ക് അതിനെ മാറ്റി. Having an electron concentration of 10⁻29 per meter cubed. നമ്മൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്നൊരു വാക്ക് പഠിച്ചിട്ടില്ല, പക്ഷേ യൂണിറ്റ് നോക്കിയാൽ മനസ്സിലാവും. 10⁻29 per meter cubed. Per meter cubed എന്ന് പറയുമ്പോൾ വോളിയമാണ്, നമ്പർ ബൈ വോളിയം, നമ്പർ ഡെൻസിറ്റി ആണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ്. സ്മോൾ എമൗണ്ട് കാണിക്കാം, 10⁻29 per meter cubed. ഇതാണ് സ്മോൾ എന്ന് വിളിക്കുന്നത്. If the current flowing is 20 ampere, I is equal to 20 ampere ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, എല്ലാ ഡാറ്റ ഇവിടെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കാം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ആദ്യം ജെ കണ്ടുപിടിക്കാൻ. നമുക്ക് ജെ കണ്ടുപിടിക്കാൻ ഒറ്റ ഇക്വേഷൻ ഉള്ളൂ, I/A. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയാണ്. ഫസ്റ്റ് ജെ കാണാൻ, ജെ ഈസ് ഈക്വൽ ടു I/A. അതില് I ഉണ്ട്, A ഉണ്ട്, അപ്പൊ ജെ ഉണ്ട്. പിന്നീട് നമ്മളൊരു ഇക്വേഷൻ പെരുതി നോക്കേണ്ട ആവശ്യം വരുന്നില്ല, ജെ കണ്ടുപിടിക്കാൻ. ഞാൻ ജെ സോൾവ് ചെയ്യാം. അപ്പൊ ജെ ഈസ് ഈക്വൽ ടു I/A ആണ്. ഐയുടെ വാല്യൂ നമുക്ക് 20 ആണ്. ഏരിയയുടെ വാല്യൂ 10⁻⁻6 ആണ്. അപ്പൊ നമുക്ക് 20 into 10⁻6 വരും. ജെ ഈസ് ഈക്വൽ ടു 2 into 10⁻7. നേരത്തെ പറഞ്ഞ പോലെ ദ ആൻസർ ഈസ് റിപ്പോർട്ടഡ് ബിറ്റ്വീൻ 1 and 10. അപ്പൊ അതൊരു നല്ല മെത്തേഡാണ് ഫിസിക്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 20 ഞാൻ 2 ആക്കി കുറച്ചു, അപ്പൊ അവിടെ കൂട്ടാം 10⁻7. പിന്നെ ജെന്റെ യൂണിറ്റ് ഏത് പ്രോബ്ലം അവസാനിച്ചാലും ക്വാണ്ടിറ്റി അതിന്റെ യൂണിറ്റ് ഒന്ന് ചെയ്ത് ശരിക്കാം. ജെന്റെ യൂണിറ്റ് എന്തായിരിക്കും? I കറണ്ട് ആണ്, ആംപിയർ, ഏരിയ, അപ്പൊ നമുക്കത് വരിക m². ഇതാണ് ജെയുടെ വാല്യൂ. അപ്പൊ അതിൽ ഒന്നാമത്തെ സെക്ഷന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. സെക്കൻഡ് സെക്ഷൻ എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഇവിടെ നേരത്തെ എഴുതിയ 10 ഇക്വേഷനിൽ VD = τ/m ഉണ്ട്, L/T ഉണ്ട്, പിന്നെ ഒരു VD കൂടി വരുന്നുണ്ട് ഐയുടെ ഇക്വേഷൻ. അപ്പൊ ഒരു 3-4 സ്ഥലത്ത് നമുക്ക് VDയുടെ ഇക്വേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഏതാ ഇക്വേഷൻ വേണ്ടി നോക്കാം. ഇവിടെ കറണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. റിലാക്സേഷൻ ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതുപോലെ ടൈം, ലെങ്ത് ടൈം തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. കറണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മൊബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള നോക്കിയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഇവിടെ കറണ്ട് തന്നിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മുടെ 7th ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത് I is equal to NaEVD.
നമുക്ക് വേണ്ടത് വി ഡി ആണ്. അപ്പൊ വി ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഐ വേണം. ഐ ഇവിടെയുണ്ട്. എൻ വേണം. എൻ ഇവിടെയുണ്ട്. എ വേണം. എ ഇവിടെയുണ്ട്. ഈ ബേസിക് ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ഈ ഒറ്റ ഇക്വേഷൻ കൊണ്ട് തന്നെ ഇവിടെ വി ഡി കണ്ടുപിടിക്കാം. അപ്പൊ നോക്കാം എങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. ഐ ഈസ് ഇക്വൽ ടു എൻ എ ഇ വി ഡി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വി ഡി ഈസ് ഇക്വൽ ടു ഐ ബൈ എൻ എ. ഇത് സോൾവ് ചെയ്യുന്നത് ഐയുടെ വാല്യൂ നമുക്കറിയാം 20 ആണ്. ഡിവൈഡഡ് ബൈ എന്നിന്റെ വാല്യൂ 10⁻⁻29 ആണ്. ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ 10⁻⁻6 ആണ്. ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട് 1.6 ഇൻറ്റു 10⁻⁻19. അപ്പൊ ഐയുടെ വാല്യൂ ആയി, എന്നിന്റെ വാല്യൂ ഇതാണ്, എയുടെ വാല്യൂ ഇതാണ്, ഇലക്ട്രോണിക് ചാർജ് ഇതാണ്. VD equal to 20 divided by ഇവിടെ 10⁻29 ഉണ്ട്, 10⁻⁻6 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10⁻23 കിട്ടും. ഇവിടെ 10⁻23 ഉണ്ട്, ഇവിടെ 10⁻⁻19 ഉണ്ട്. അപ്പൊ 10⁻4 ആയിട്ട് ബാക്കി 10⁻29 10⁻⁻6 അപ്പൊ 10⁻23 പിന്നെ ഒരു 10⁻⁻19 ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കാണുക 10⁻4 താഴെ വരും. അത് മുകളിൽ പോകുമ്പോൾ 10⁻⁻4 ആവും. 10⁻⁻4 ഡിവൈഡഡ് ബൈ ഈ 1.6 അവിടെ ബാക്കിയുണ്ട്. 1.6. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് വി ഡി ഈസ് ഇക്വൽ ടു 20 എന്നുള്ളത് 1.6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്യുന്നത് ദാറ്റ് ഈസ് 200 ഡിവൈഡഡ് ബൈ 16. 20 ഒരു പ്രാവശ്യം പോകും. ദാറ്റ് ഈസ് 16. റിമൈൻഡർ ഈസ് 4. Then 40 നമുക്ക് 2 times പോകും. 2 into 16 is 32. Remainder is 8. അപ്പോൾ 8 പോകില്ല, 80. അപ്പോൾ 12.8 into 16 5 times പോകും. സോ നമുക്ക് 20 by 1.6 12.5 into 10⁻⁻4 ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ that is equal to ഈ 12.5 is not between 1 and 10. എപ്പോഴും ആൻസർ 1ന്റെയും 10ന്റെ ഇടയിൽ എക്സ്പ്രസ് ചെയ്താണ് നല്ലത് പറഞ്ഞു. അപ്പൊ 12.5 നമുക്ക് എന്താ എഴുതാം? 1.25 into 10⁻⁻4 എന്താവും? 12.5 is reduced to 1.5. കുറയ്ക്കുകയാണ്. അപ്പൊ അവിടെ കൂട്ടണം. അപ്പൊ 10⁻⁻4 plus 1 10⁻⁻3 വരും നമുക്ക്. ഇനി കണ്ടുപിടിച്ചത് എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ ആൻസർ. പിന്നെ ഈ ആൻസർ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഓർഡർ 10⁻⁻3 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻3 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് തേർഡ് പ്രോബ്ലം ചെയ്യാം. അത് ടെക്സ്റ്റിലൊരു പ്രോബ്ലമാണ്. നമുക്കറിയാം NCERT ടെക്സ്റ്റിന്റെ ബാക്കിലുള്ള എക്സസൈസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളത് സോൾവ് ചെയ്ത് ശീലിക്കണം. അപ്പൊ നമുക്ക് ടെക്സ്റ്റിന്റെ പുറകെയുള്ള എക്സസൈസ് 3.13 തേർഡ് ചാപ്റ്റർ ആണ്, 13th എക്സസൈസ് ആണ്. അപ്പോൾ ആ പ്രോബ്ലം ആണ് ഞാൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കോപ്പർ കണ്ടക്ടർ ഈസ് 8.5 into 10⁻28 per meter cubed. How long does an electron take to drift from one end of a wire 3 meter long to its other end? The area cross section of the wire is 2 into 10⁻⁻6 meters square and it is carrying a current of 3 ampere. The number density of free electrons in a copper conductor is given 8.5 into 10⁻28 per meter cubed. How long does an electron take to drift from one end of a wire 3 meter long to its other end? അതാണ് ക്വസ്റ്റ്യൻ. ഇനി തന്ന ബാക്കി ഡാറ്റാസോ? The area cross section of the wire is 2 into 10⁻⁻6 meters square and it is carrying a current of 3 ampere. നമുക്ക് സോൾവ് ചെയ്യാൻ തുടങ്ങാം. ഇതില് തന്ന ഡാറ്റാസ് കളക്ട് ചെയ്യാം. ആദ്യം ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ കോപ്പർ കണ്ടക്ടർ തന്നിട്ടുണ്ട്. അത് സ്മോളസ്റ്റ് എന്നോട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് n equal to 8.5 into 10⁻28 per meter cubed. ഇതാണ് ഒരു ഡാറ്റ തന്നിരിക്കുന്നത്. How long does an electron take? How long? എത്ര സമയം എടുക്കുന്ന ചോദിക്കുന്നത്. അപ്പൊ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. T question mark ഇടാം. How long does it take? എത്ര സമയം എടുക്കുന്നതാണ് ചോദ്യം.
ഇനി to drift from one end of a wire 3 meter long. 3 meter long wire ആണ്. അപ്പോൾ length of the wire is given L equal to 3 meter. It is other end. അപ്പോൾ 3 meter length ഉള്ള വയർ കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കണം ചോദിക്കുന്നത്. ബാക്കി ഡാറ്റാസ് എന്തെല്ലാം? The area cross section is given. അത് SI യൂണിറ്റ് തന്നെ തന്നിട്ടുണ്ട്. 2 into 10⁻⁻⁶ meter square തന്നിട്ടുണ്ട്. And it is carrying a current of 3 ampere. The current is also given 3 ampere. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ്, ഇവിടെ രണ്ട് ഇക്വേഷൻസ് വരുന്നുണ്ട്. ഒന്ന് I is equal to Q/T വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് എന്താ ഇവിടെ VD equal to L/T. രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്തും. നമുക്ക് ഏതാണ് എളുപ്പം നോക്കാം. ഞാൻ I is equal to Q/T വെച്ച് തുടങ്ങിയാണ്. അപ്പോൾ I is equal to Q/T വെച്ച്, ദാറ്റ് ഈസ് ഒന്നാമത്തെ ഇക്വേഷൻ. തീർച്ചയായും ടി ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. അപ്പോൾ I equal to Q/T വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ടി ആണ്. I എവിടെയുണ്ട്? Q വേണം. Q ഇല്ല. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം? നമുക്ക് Q കണ്ടുപിടിക്കണം. അപ്പോൾ Q കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? N into E ഉണ്ട്. Q is equal to N into E. അപ്പോൾ അതിൽ നമുക്ക് Q ആണ് വേണ്ടത്. അതിലെന്ത് വേണം? E വേണം. E നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് ചാർജ് ആണ്. ഇനി ക്യാപിറ്റൽ N വേണം. N തന്നിട്ടില്ല, സ്മോൾ n തന്നിട്ടുണ്ട്, പക്ഷെ ക്യാപിറ്റൽ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ പോരാ. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം. ക്യാപിറ്റൽ N ആണ് വേണ്ടത്. ഈ N വേണം നമുക്ക്. N കണ്ടുപിടിക്കാൻ നമുക്ക് അതേ ഇക്വേഷൻ, ഇവിടെ ഒരു ഇക്വേഷൻ വരുന്നത്, തേർഡ് ഇക്വേഷൻ. ദാറ്റ് ഈസ് N equal to N/A. നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ N ആണ്. ക്യാപിറ്റൽ N കണ്ടുപിടിക്കണമെങ്കിൽ സ്മോൾ n വേണം, അത് ഇവിടെ ഉണ്ട്. A വേണം, A ഇവിടെ ഉണ്ട്. L വേണം, L ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും N-ഉം A-യും L ഉള്ളതുകൊണ്ട് N കിട്ടും. അപ്പൊ N കിട്ടിക്കഴിഞ്ഞാൽ N-ന്റെ വാല്യൂ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ Q കിട്ടും. Q-ന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്താൽ T കിട്ടും. അപ്പൊ ഈ മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 3 ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ തേർഡ് ഇക്വേഷനിൽ തുടങ്ങിയിട്ട് N കണ്ടുപിടിക്കും, ക്യാപിറ്റൽ N. അത് സെക്കൻഡിലേക്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ Q കണ്ടുപിടിക്കും. അത് ഫസ്റ്റിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും? T കണ്ടുപിടിക്കും. അപ്പൊ ഈ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 3 ഇക്വേഷൻസ് പ്രോബ്ലം ചെയ്യാൻ പോകണം. ഇനി അല്ല, വേറെ ഉണ്ട്. T വരുന്ന ഇക്വേഷൻ, ഫിഫ്ത്ത് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് നോക്കാം. എത്ര ഇക്വേഷൻ വേണം നോക്കാം. ദാറ്റ് ഈസ് VD equal to L/T എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് തുടങ്ങുന്ന വിചാരിച്ചു. അപ്പൊ എനിക്ക് ഇവിടെ വേണ്ടതാണ് T ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ L വേണം, എല്ലാം ഇവിടെ ഉണ്ട്. ലെങ്ത് ഈസ് ഗിവൺ. പിന്നെ VD വേണം, VD ഇല്ല. VD കണ്ടുപിടിക്കാൻ നമുക്ക് അതേ ഇക്വേഷൻ ഉണ്ട്. കറണ്ട് തന്നിട്ടുണ്ടെങ്കിൽ VD കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഉപയോഗിച്ച 7th ഇക്വേഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് I is equal to NaEVD ആണ്. ഇതിൽ എനിക്ക് വേണ്ടത് VD ആണ്. ആ VD വേണമെങ്കിൽ I വേണം, I is here. N വേണം, N ഇവിടെയുണ്ട്. A വേണം, A ഇവിടെയുണ്ട്. ഈ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. ഇവിടെ എല്ലാ ടേംസ് ഉള്ളതുകൊണ്ട് VD ഇവിടെ കിട്ടും. ആ VD ഇവിടെ നിന്ന് കിട്ടിയത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ T കിട്ടും. അപ്പൊ ഈ മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻ സഫീഷ്യന്റ് ആണ്. അതുകൊണ്ട് ഏത് മെത്തേഡിൽ പോയാലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ 3 വേണം, ഇതാവുമ്പോൾ 2 വേണം. ഞാൻ ഇതാണ് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ഇക്വേഷൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തേലാണ് തുടങ്ങേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? I is equal to NaEVD. അതിലെ VD is equal to I/NaE. That is equal to I എത്രയാണ്? 3 ആണ്. ബൈ N എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 8.5 into 10⁻²8. ഇനി A എത്ര? A is 2 into 10⁻⁻6 ആണ്. ഇൻറ്റു ഈ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ ആണ് 1.6 into 10⁻⁻19. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് VD is equal to 3 divided by 8.5 into 2. 8.5 into 2 is 17 ആണ്. 17 into 1.6. നിങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് 17 into 1.6. അതാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 7 into 6 is 42. 4 റിമൈൻഡർ ആണ്. 1 into 6 is 6 plus 4 is 10. 7 and 1. So you get 2 and 7. That is 17 into 16 ആണത്. 17 into 1.6 വരുമ്പോൾ 27.2 വരും. അപ്പോൾ 8.5 into 2 is 17. 17 into 1.6 is
27.2 into പവർ അവിടെ വേണം 10 to minus 19, 10 to minus 6. Minus 6 minus 19 minus 25 ആണ്. Minus 25 28. അപ്പൊ നമുക്ക് വരും 10 to 3 ആണ് വരിക നമുക്ക്. 10 to minus 19, 10 to minus 6, 10 to minus 25, ഇവിടെ 10 to 28 ഉണ്ട്. അപ്പോൾ 10 to 3 താഴെ വരും. ഈ 3 divided by 27.2 കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം ഒരു ഇക്വേഷൻ ഒന്നും കൂടെ ഉപയോഗിക്കാത്തത്ര. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചില പ്രോബ്ലം ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് പോകുമ്പോൾ കാൽക്കുലേറ്റർ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്ന കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, അതാണ് വെക്കുക. ചില സമയത്ത് ക്യാൻസൽ പോകും, ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കാം, ഇതവിടെ നിൽക്കട്ടെ, ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷനിൽ പോവാം. വി ഡി ഈക്വൽ ടു എൽ ബൈ ടി ആണ്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു എൽ ബൈ വി ഡി വരും. ഇനി എൽ എത്രയാണ്, എൽ ഈക്വൽ ടു ഇവിടെ നമുക്ക് 3 ആണ്. 3 ഡിവൈഡഡ് ബൈ വി ഡി എത്രയാണ്, 3 ഡിവൈഡഡ് ബൈ 27.2 ഇൻറ്റു 10⁻³ വരും. ഈ 3യും 3യും ഇവിടെ ക്യാൻസൽ ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി ഈക്വൽ വരും, ഈ 27.2 മുകളിലോട്ട് വരും, 27.2 ഇൻറ്റു 10⁻³ ഓർ ടി ഈക്വൽ ടു നേരത്തെ പറഞ്ഞതുപോലെ ദ ആൻസർ ഈസ് ബിറ്റ്വീൻ 1 and 10 എക്സ്പ്രസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് 27.2 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതിന് 2.72 എന്ന് എഴുതുന്നു ഇൻറ്റു 10⁻³ 10⁻² ആവോ 10⁻4 ആവോ. 27.2നെ 2.72 ആക്കി ഞാൻ ഡിക്രീസ് ചെയ്തു. ഇവിടെ കുറക്കുമ്പോൾ അവിടെ കൂട്ടുക. അപ്പോൾ ഇൻറ്റു 10⁻4 വരും. ടൈമാണ്, അപ്പോൾ സെക്കൻഡ്സ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2.72 ഇൻറ്റു 10⁻4 സെക്കൻഡ്സ്. ഇങ്ങനെയാണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെക്ഷനിൽ കുറച്ചും കൂടി പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.